എന്തെങ്കിലും ആവട്ടെ. കമ്പനിക്കാരുണ്ടായിരുന്നെങ്കിൽ ഇത്തിരി പച്ചവെള്ളം ഒഴിച്ചടിക്കാം. അതും പറ്റൂല്ലോ. ബ്രാൻഡൊന്നും അത്ര പോരാ, വൃത്തിയായിട്ട സ്മെല്ല്. ഓ ഓ സാറേ, ഒരു ഗ്ലാസ് അടിച്ചിട്ടുണ്ട്, തികഞ്ഞില്ല. ഒരെണ്ണം കൂടി അടിക്കണം. ഓ, വെള്ളം ചേർക്കാണ്ട് അടിക്കുമ്പോഴുള്ള ഒരു സുഖം ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര സുഖം. തെറ്റിക്കൊന്നുമില്ലേടേ അതെ, ചെറുതടിച്ചാലോ? അടിക്കണ്ട. എന്താ സുഖം എന്നറിയോ? ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഓ, ഇത് മറിഞ്ഞു പോയാണല്ലോ. ഓ, ഈ സർക്കാർ ഈ മദ്യം തരുമ്പോഴേ, മദ്യം കുടിക്കുന്ന ഓരോരുത്തർക്കും ഓരോ ഡ്രൈവർ തരുമോ? അല്ല, എനിക്കിപ്പോ ഒന്ന് പള്ളി വരെ പോണോർന്ന്, ന്യൂ ഇയർ ഒക്കെ ആണല്ലോ. അല്ല, ബാറിൽ ചെന്ന് മദ്യപിച്ച് കഴിഞ്ഞ് വീട്ടിൽ വിടാനായിട്ട് ഡ്രൈവർ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ മദ്യപിച്ച എനിക്ക് പള്ളി പോകാനായിട്ട് ഒരു ഡ്രൈവറെ ഈ മദ്യം തരുമ്പോ അതിന്റെ കൂടെ ഇല്ലേ, മദ്യം തരുമ്പോ അതിന്റെ കൂടെ ഒരു ഡ്രൈവറെയും കൂടി തന്നായിരുന്നെങ്കിൽ മദ്യം കൊടുക്കുന്ന ഓരോരുത്തർക്കും ഓരോ ഡ്രൈവർ ഫ്രീ. എങ്ങനെയുണ്ടാവും ആ സെറ്റപ്പ്? തലയ്ക്ക് മൂളയില്ലാത്ത ഉദ്യോഗസ്ഥനെയൊക്കെ അധികാര കസേര ഏൽപ്പിച്ചാൽ ഇതുപോലെയുള്ള മണ്ടൻ തീരുമാനങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും ഇത് വെറും പച്ചവെള്ളമാണ്. എന്തായാലും നെല്ലിക്കത്തളം വെക്കേണ്ടത് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്റെ തലയ്ക്കാണ്. അത് എങ്ങനെയാണെന്ന് വീട്ടിലേക്കൊന്ന് വന്നാൽ ഞാൻ കാണിച്ചു തരാം. ചൂടൊക്കെ ആയതുകൊണ്ടാണ്, കുഴപ്പമൊന്നുമില്ല. അത് വിവരം കൂടുമ്പോഴും പ്രശ്നമാണ്, വിവരം കുറഞ്ഞാലും പ്രശ്നമാണ്. ഒരു മീഡിയത്തിലൊക്കെ നിൽക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ തീരുമാനങ്ങളൊക്കെ നിങ്ങൾ പറയും. അപ്പൊ ഞാൻ ഇതേപോലെ ഇരുന്ന് ഞാൻ നിങ്ങളെ വിളിക്കും. അത്രേ ഉള്ളൂ പ്രശ്നം. കാരണം ഞാനിപ്പോ ഇതെടുത്തോണ്ട് പോയാലും എന്നെ ഊതിച്ചാലും ഒരു പിണ്ണാക്കും കിട്ടൂല എന്നല്ല, അടിച്ച ഇത് വെറും പച്ചവെള്ളമാണ്, ഇതവിടെ കിടന്നോട്ടെ, അതല്ലല്ലോ പ്രശ്നം. പക്ഷെ ഈ പറഞ്ഞ തീരുമാനത്തിന് നിങ്ങളൊരു തീരുമാനം പറ, അല്ലെങ്കിൽ നെല്ലിക്കത്തളം ഇടണ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കാരണം മണ്ടൻ തീരുമാനങ്ങൾ നിങ്ങൾ വെറുതെ എടുക്കുന്നതല്ല, നിങ്ങളുടെ തലയ്ക്ക് വെളിവില്ലാത്തതുകൊണ്ടാണ്. കാരണം ഉദ്ദേശം സാമ്പത്തിക ലാഭമാണ് എന്നുള്ളത് എനിക്കും അറിയാം, കേരളത്തിലെ ഓരോ മണ്ടന്മാർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ജനങ്ങളുടെ സുരക്ഷയാണ് നിങ്ങൾക്ക് മുൻതൂക്കമെങ്കിൽ നിങ്ങൾ ആദ്യം കൊണ്ടുപോയിട്ട് വാഹന നിർമ്മാതാക്കൾക്ക്, ഇത് മാരുതി, കിടക്കുന്നത് ടാറ്റ, അത് മാരുതി, ഇത് മാരുതി, എല്ലാം മാരുതിയൊക്കെ ഉണ്ട്. മാരുതിയും ടാറ്റയൊക്കെ ആയിട്ട് നിരവധി വാഹനങ്ങൾ നിരത്തുകളിലുണ്ട്, മഹേന്ദ്രയുണ്ട്, എല്ലാ വാഹനങ്ങളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരെ ഈ വാഹനങ്ങളിലെല്ലാം ബ്രീത്ത് അനലൈസർ വെക്കണം എന്ന് പറഞ്ഞാൽ പോരെ? അപ്പൊ ഈ പ്രശ്നം തീരുമല്ലോ. എന്താ നിങ്ങൾ അത് പറയാത്ത? മദ്യപിച്ച് ബാറിൽ മദ്യപിക്കാൻ വരുന്ന ആൾക്ക് ഒരു ഡ്രൈവർ ഫ്രീ. അങ്ങനെയാണെങ്കിൽ ബിവറേജ് കോർപ്പറേഷനിൽ നിന്ന് മദ്യം കൊടുക്കുന്ന ഓരോരുത്തർക്കും വാഹനമായിട്ട് വരുന്ന എല്ലാവർക്കും ഓരോ ഡ്രൈവർ ഫ്രീ എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. അതാവുമ്പോ എനിക്ക് സുഖമാണ്. ഇപ്പൊ ഞാൻ പച്ചവെള്ളം കുടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ധൈര്യമായിട്ട് എനിക്ക് അടിച്ചൂടെ? അതാവുമ്പോ എനിക്ക് ധൈര്യമായിട്ട് പോവുകയും ചെയ്യാം, ഒരു ഡ്രൈവർ ഫ്രീ ആയിട്ടിരുന്ന് വണ്ടി ഓടിക്കുകയും ചെയ്യും. ഇനി ആ ഓടിച്ച ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടെങ്കിലോ? അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ബാറുകാരോട് എന്തൊരു സ്നേഹോ, കാശ് കിട്ടിയിട്ടല്ല സ്നേഹമല്ലേ? അല്ലേ? ബാറിലെ കച്ചവടത്തിന്റെ വീതം നിങ്ങൾക്ക് കിട്ടിയിട്ടല്ലേ? ഒരു കുറച്ചു കാലം മുമ്പ് ഒരു വിവാദം ഉണ്ടായിരുന്നത് നിങ്ങൾ ഓർമ്മയില്ലേ? കൈക്കൂലി മേടിച്ചത് ഓർമ്മയില്ല? മറന്നുപോയി, ഞാൻ പറഞ്ഞുതരാം. തൊടുപുഴയിലുള്ള ബാർ മുതലാളി, നിങ്ങൾ ആരൊക്കെ മേടിച്ചെന്നുള്ളത് പിന്നീട് അത് നിങ്ങളെല്ലാരും കൂടി പറഞ്ഞങ്ങോട്ട് തീർത്തതാണ്. എന്ന് പറഞ്ഞ പോലെ മോട്ടോർ വെഹിക്കിൾ മാമനും കിട്ടിയ കമ്മീഷൻ ബാറിന്റെ
അതോ സ്വന്തമായിട്ട് ബാറുണ്ടാ? കേരളത്തിൽ നിരവധി ബാറൊക്കെ ഉണ്ടേ. അതിനകത്ത് നിങ്ങൾക്കൊരു ബാറ് നിങ്ങളുടെ ആണോ? അതുകൊണ്ടാണ് ഈ മണ്ടൻ തീരുമാനം പറഞ്ഞത്. എനിക്കറിയത്തില്ല. എന്തായാലും തീരുമാനം തലയ്ക്ക് വെളിവില്ലാത്ത ഇതുപോലെയുള്ള മണ്ടൻ ഉദ്യോഗസ്ഥനെയൊക്കെ അധികാര കസേര ഏൽപ്പിച്ചാൽ ഇതിലും വലിയ മണ്ടത്തരങ്ങൾ നാളെ വിളിച്ചു പറയും. അത് വിളിച്ചു പറയുന്നതിന് മുൻപ് ഏതെങ്കിലും ഒരു വൈദ്യനെ കണ്ടാൽ നെല്ലിക്കത്തളം ഇടാം. നെല്ലിക്കത്തളം ഇടുന്നതായിരിക്കും ഇതിലും നല്ല തീരുമാനം. അല്ലെങ്കിൽ നല്ല ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ബാറുകാർക്ക് ലെറ്റർ കൊടുത്തതിന്റെ പകുതി ചെലവുണ്ടായിരുന്നില്ല. കേരളത്തിൽ ഒരു മുതലാളിക്ക് മാത്രം 50-60 ബാറൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ കേരളത്തിൽ 500-ന് മുകളിൽ ബാറുകൾ മാത്രമുണ്ട്. 900-ന് മുകളിൽ മദ്യ ഷോപ്പുകളും ഉണ്ട്. ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്രയും കത്തയക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ പറയുന്ന 10 വാഹന നിർമ്മാതാക്കളല്ലേ കേരളത്തിലുള്ളൂ. ഇവർക്ക് ലെറ്റർ അയച്ചാൽ പോരെ. ബ്രീത്ത് അനലൈസർ കൂടി സ്ഥാപിച്ച വാഹനങ്ങൾ മാത്രമേ 2025 ഏപ്രിൽ മുതൽ റിലീസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സെയിൽ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ പോരെ. 2023 മുതൽ അല്ലെങ്കിൽ 24 ആയപ്പോ 6 എയർ ബാഗുള്ള വാഹനങ്ങൾ മാത്രമേ ഇന്ത്യൻ നിരത്തുകളിൽ വിൽപ്പനയ്ക്ക് പാടുള്ളൂ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതിൽ 4 എയർ ബാഗോ 2 എയർ ബാഗോ ഉള്ള വാഹനങ്ങൾ വിൽപ്പന നടത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എന്തുകൊണ്ട് ഈ പറയുന്ന ബ്രീത്ത് അനലൈസർ ഉള്ള വാഹനം, അല്ലെങ്കിൽ ഡ്രൈവർ സീറ്റിന്റെ സമീപത്ത് ബ്രീത്ത് അനലൈസർ ഉള്ള വാഹനം നിങ്ങൾ ഇറക്കാൻ എന്തുകൊണ്ടാണ് നിർദ്ദേശം കൊടുക്കാത്തത്? കാശിന് തന്നെയല്ലേ, കൈക്കൂലിയല്ലേ ഉദ്ദേശം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നെല്ലിക്കത്തളം ഇടുന്നത് ഏതെങ്കിലും വീടിന്റെ പരിസരത്തൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ. കേരളത്തിലാണല്ലോ. നെല്ലിക്കത്തളം ഇടുന്നതാണ് ഇതിലും നല്ലത്. വേറെ വല്ല പണിയുണ്ടെങ്കിൽ പോയി നോക്കട ചെക്ക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മലയാളികൾക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോകുന്നു. ഇനി ഊതിക്കാനായിട്ട് പ്രത്യേകം വരണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല. ഊതിച്ചു വന്നാൽ നിങ്ങൾക്ക് ഡീസൽ കത്തിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, 1000 രൂപയാണ് ഒരു ദിവസത്തെ ഡീസൽ എക്സ്പെൻസ് ആയിട്ട് പെട്രോൾ ഇനത്തിൽ ചെലവഴിക്കാൻ നിർദ്ദേശമുള്ളത്. അതുകൂടി നിങ്ങൾക്ക് ഓർമ്മ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.